ഇന്ത്യ മയാമിയുടെ സ്പാനിഷ് താരം ജോഡി ആൽബ വിരമിക്കുന്നു. മേജർ ലീഗ് സോക്കർ സീസണിനൊടുവിൽ വിരമിക്കാൻ സമയമായെന്ന ജോഡി ആൽബയുടെ വീഡിയോ സന്ദേശം. 2027 വരെ കരാർ നിലനിൽക്കുമ്പോഴാണ് വിരമിക്കൽ പ്രഖ്യാപനം. മെസ്സിക്കൊപ്പം ബാഴ്സലോണ നിരയിലും തിളങ്ങിയ താരമാണ് ആൽബ. സെർജിയോ ബുസ്കറ്റ്സും നേരത്തെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. DGCAയുടെ ഡ്രോൺ പൈലറ്റ് സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കി ഇന്ത്യയുടെ ഇതിഹാസ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി സമൂഹ മാധ്യമത്തിലൂടെയാണ് ധോണി പൈലറ്റ് ലൈസൻസ് ലഭിച്ച വിവരം പുറത്തുവിട്ടത്. ചെന്നൈയിലെ ഗരുഡ എയ്റോസ്പേസിൽ നിന്നാണ് ധോണി ട്രെയിൻ പൂർത്തിയാക്കിയത്. ഗരുഡ എയ്റോസ്പേസിന്റെ ബ്രാൻഡ് അംബാസിഡറും ധോണിയാണ്. മഹാരാഷ്ട്രയ്ക്കായി തകർപ്പൻ സെഞ്ചുറി സ്വന്തമാക്കി ഇന്ത്യൻ താരം പൃഥ്വി ഷാ. മുംബൈക്കെതിരെ സന്നാഹ മത്സരത്തിലാണ് പൃഥ്വി ഷായുടെ പ്രകടനം. സഹ ഓപ്പണർ അർഷിൻ കുൽക്കർണിക്കൊപ്പം 305 റൺസിന്റെ കൂട്ടുകെട്ടാണ് താരം പടുത്തുയർത്തിയത്. വനിതാ ലോകകപ്പിൽ ജയം തുടർന്ന ഇംഗ്ലണ്ട് ആവേശകരമായ പോരാട്ടത്തിൽ ബംഗ്ലാദേശ് വനിതകളെ 4 വിക്കറ്റിന് തകർത്ത് 178 റൺസ് വിജയലക്ഷ്യം 47 ഓവറിൽ മറികടന്നു. അർദ്ധ സെഞ്ചുറി നേടിയ ഹെത്തർ നൈറ്റാണ് കളിയിലെ താരം. ജയത്തോടെ ഇംഗ്ലണ്ട് പട്ടികയിൽ തലപ്പത്തെത്തി. വിജയവഴിയിൽ തിരിച്ചെത്താൻ ഓസ്ട്രേലിയൻ വനിതകൾ ഇന്നിറങ്ങും. പാകിസ്ഥാനാണ് ഓസീസിന്റെ എതിരാളികൾ. മത്സരം വൈകിട്ട് 3 മണിക്ക്. വനിതാ ചാമ്പ്യൻസ് ലീഗിൽ വമ്പൻ ക്ലബ്ബുകൾ ഇന്ന് കളത്തിൽ. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡ് ഇറ്റാലിയൻ കരുത്തരായ AS റോമയെ നേരിടും. രാത്രി 10:15 റയൽ തട്ടകത്തിലാണ് മത്സരം. ചെൽസി ട്വന്റെയും PSG വോൾസ്ബർഗുമായും ഏറ്റുമുട്ടും. അത്ലറ്റികോ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഇന്ന് കളത്തിൽ.